ഇന്നത്തെ ദീപക് ഗോപി പ്രസൻസിൻ്റെ എപ്പിസോഡിൽ നമ്മൾ കേരള എൻട്രൻസ് എക്സാമിനേഷൻ 2024 അതിൻ്റെ ഷോർട്ട് ഫോം കീം 2024 കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അത് തന്നെ ഞാൻ ആദ്യം എക്സാമിനേഷനെ പറ്റി ഒരു ചെറിയൊരു ബ്രീഫിംഗ് തന്നിട്ട്, എൻ്റെ സബ്ജക്റ്റ് ഫിസിക്സ് ആണ്, ഫിസിക്സിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളോട് പറയാം. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഞാൻ ഫിസിക്സിലെ ഒരു ഫാക്കൽറ്റിയാണ്. ഉള്ളൂരുള്ള റാം എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിലെ ഒരു ഫിസിക്സ് ഫാക്കൽറ്റിയാണ് ഞാൻ. അപ്പോൾ അത് ഞാൻ ആസ് എ സെഡ് വി വിൽ സ്റ്റാർട്ട് വിത്ത് ദി എക്സാമിനേഷൻ പാറ്റേൺ. അത് ഞാൻ പറയാനുള്ള റീസൺ ഈ പ്രാവശ്യം തൊട്ട്, അതായത് 2024 തൊട്ട് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ് കീമിൽ. ബിക്കോസ് ലാസ്റ്റ് ഇയർ 2023 വരെ നടന്ന എക്സാമിനേഷൻസ് ഓഫ്ലൈൻ ആയിരുന്നു. അതായത് പെൻ പേപ്പർ എക്സാമിനേഷൻ ആയിരുന്നു ഇതുവരെ നടന്നിരുന്നത്. അതായത് രണ്ട് പേപ്പർ 1 പേപ്പർ 2 എന്നുള്ള രീതിയിലായിരുന്നു ലാസ്റ്റ് ഇയർ വരെ. പേപ്പർ 1 കെമിസ്ട്രി ഫിസിക്സും ആഫ്റ്റർനൂൺ ആയിട്ടുള്ള പേപ്പറിൽ മാത്സുമായിട്ടാണ് എഴുതിയിരുന്നത്. ഇറ്റ്സ് ഒരു ലെങ്തി പ്രോസസ് ആയിരുന്നു അത്. പക്ഷേ ഈ വർഷം തൊട്ട് അത് കംപ്ലീറ്റ്ലി അവർ മാറ്റാണ്. 2024 തൊട്ട് അത് ഓൺലൈൻ എക്സാം ആകുകയാണ്. ഓൺലൈൻ എക്സാം മാത്രമല്ല, ഒറ്റ പേപ്പറായിട്ട് അങ്ങ് മാറ്റി. ഇറ്റ് ഈസ് 1 പേപ്പർ വിച്ച് ഈസ് ഹാവിങ് 150 ക്വസ്റ്റ്യൻസ് ആസ് എ ഹോൾ. 150 ക്വസ്റ്റ്യൻസിൻ്റെ ഒറ്റ പേപ്പറാണ്. അതെങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് വെച്ചാൽ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി വെയിറ്റേജ് 5:3:2 റേഷ്യോ ആണ്. 5:3:2. അപ്പോൾ 150 ക്വസ്റ്റ്യൻസ് അവർ ഡിവൈഡ് ചെയ്യുന്നത് 75 മാത്തമാറ്റിക്സ്, 45 ഫിസിക്സ് ആൻഡ് 30 കെമിസ്ട്രി ആണ്. അപ്പോൾ 75 മാത്സ്, 45 ഫിസിക്സ്, 30 കെമിസ്ട്രി. അപ്പോൾ അതിൻ്റെ ഒരു ഒറ്റ പേപ്പറായിട്ടാണ് കുട്ടി അറ്റൻഡ് ചെയ്യേണ്ടത്. ഇനി ഇതിപ്പോൾ ഓൺലൈൻ എക്സാം ആയപ്പോൾ വേറൊരു ചേഞ്ച് വരുന്നത്, മറ്റൊരു സിംഗിൾ ഡേ എക്സാം ആയിരുന്നത് ഇതിപ്പോൾ ഒരു 1 വീക്ക് എക്സാം ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് പല സെക്ഷൻസിലായിരിക്കും എഴുതേണ്ടത്. ഫോർ എക്സാമ്പിൾ അവരിപ്പോൾ നടത്താൻ പോകുന്നത് ജൂൺ 1 തൊട്ട് 9 വരെ പ്ലാൻ ചെയ്തതിൽ 1 to 7 എക്സാമിനേഷൻ ഡേയ്സും 8 to 9 ജൂൺ 8 to 9 റിസർവ് ഡേ ആയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് കൂട്ടണ്ട, 1 to 7 നോക്കാം. 1 to 7 ഓരോ ദിവസവും 2 സെഷൻസ് വെച്ചിട്ട് എക്സാം ഉണ്ട്. സെഷൻ 1, സെഷൻ 2. അത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നായിരിക്കും അലോട്ട് ചെയ്ത് കിട്ടുക. അപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ഒരു ദിവസം കിട്ടുന്നത് ഫോർനൂൺ സെഷൻ ആയിരിക്കും, ചില കുട്ടികൾക്ക് അത് ആഫ്റ്റർനൂൺ സെഷൻ ആയിരിക്കും. ഇനി ആ സെഷൻസ് എല്ലാം 3 മണിക്കൂറിൻ്റെ ഡ്യൂറേഷനാണ്. ദേ ഹാവ് ഗിവൺ ദി ടൈം ആസ് 9:30 to 12:30. 9:30 to 12:30 ആൻഡ് ഇറ്റ് ഈസ് ആഫ്റ്റർനൂൺ ആകുമ്പോൾ അത് 2:30 to 5:30 ആണ്. 9:30 ഐം സോറി, ഐ മേഡ് എ മിസ്റ്റേക്ക്. 9 to 12 ആണ്. 9 to 12 ആഫ്റ്റർനൂൺ 2:30 to 5:30 ആണ്. എക്സാമിനേഷൻ ഡ്യൂറേഷൻ 3 അവേഴ്സേ ഉള്ളൂവെങ്കിലും കുട്ടികളോട് അവർ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ 9 മണിക്ക് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് 2 മണിക്കൂർ മുമ്പ് റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് 2 hours prior. മീൻസ് രാവിലെ 7 മണിക്ക് നിങ്ങൾ സെൻറ്റർ റിപ്പോർട്ട് ചെയ്യുന്നു. ദെൻ 9 മണിക്ക് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിന് മുമ്പ് നിങ്ങൾക്ക് കുറച്ച് പ്രോസസ്സൊക്കെ അവിടെ ചെയ്യാനുണ്ടാവും. ദെൻ സിമിലർലി ഈ ആഫ്റ്റർനൂൺ എക്സാമിനേഷൻ 2:30 സ്റ്റാർട്ടിംഗ് ആണെങ്കിലും നിങ്ങൾ 12:30 റിപ്പോർട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം പ്രോസ്പെക്ടസിലുണ്ട്, അതിനോട് ഞാൻ കൂടുതൽ പോകുന്നില്ല. അപ്പോൾ ആസ് എ സെഡ്, ഈ എക്സാമിനേഷൻ എഴുതുമ്പോൾ ഫസ്റ്റ് ഈ ഒരു കേരള എൻട്രൻസിന് ഓൺലൈനിൻ്റെ ഫസ്റ്റ് എക്സാമിനേഷനാണ്. അപ്പോൾ അത് കുട്ടികൾക്കൊന്ന് ഫെമിലിയർ ആക്കാൻ വേണ്ടി അവർ അഡീഷണൽ ആയിട്ട് ഒരു ചെറിയൊരു നിങ്ങൾക്ക് തന്നെ എളുപ്പമാകുന്ന രീതിയിൽ ഒരു ഫാക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതൊന്നുമല്ല, നിങ്ങൾ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പ് ഒരു മോക്ക് എക്സാമിനേഷൻ എഴുതാം. നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിനേഷൻ്റെ ചെറിയൊരു അതുമായിട്ട് ഫെമിലിയർ ആവുന്ന രീതിയിൽ ഒരു 15 മിനിറ്റ്സിൻ്റെ മോക്ക് എക്സാമിനേഷൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, രാവിലെ 9 മണിക്ക് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കുട്ടിക്ക് 8:45 ഒരു മോക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാം. ആ 8:45 15 മിനിറ്റ് കൊണ്ട് എഴുതിയ മോക്ക് എക്സാമിനേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ഫിനിഷ് ചെയ്ത് 9 o'clock നിങ്ങളുടെ ആക്ച്വൽ എക്സാമിനേഷനോട് പോകും. സിമിലർലി ആഫ്റ്റർനൂൺ ആണ് ഒരാൾക്ക് സെഷൻ കിട്ടിയിരിക്കുന്നതെങ്കിൽ അത് 2:30 എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. 2:15 ആകുമ്പോഴേക്കും നിങ്ങൾക്ക് മോക്ക് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്ത് 15 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും, എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത്, സേവ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഫെമിലിയർ ആവാനും പറ്റും. പിന്നെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഒരു വലിയൊരു പാനിക്കൊന്നും ഇല്ലാതെ പോയി നിങ്ങൾക്ക് എക്സാം എഴുതുന്ന രീതിയിൽ അത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ചേഞ്ച് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. യു ഹാവ് ഓൺലൈൻ എക്സാമിനേഷൻ. ഇനി ഓൺലൈൻ എക്സാമിനേഷനിൽ നിങ്ങൾക്ക് ഹോളിനകത്ത്, എക്സാം ഹോളിനകത്ത്, അല്ലെങ്കിൽ യു ആർ ഗോയിങ് ടു സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് എ കമ്പ്യൂട്ടർ, എന്തൊക്കെ നിങ്ങൾ പെർമിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ്, പിന്നെ ഒരു ID പ്രൂഫ് ആൻഡ് എ ബോൾ പോയിൻറ്റ് പെൻ. ആ ബോൾ പോയിൻറ്റ് പെന്ന് തന്നെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, ഒപ്പേക്ക് ആയിട്ടുള്ള പറ്റത്തില്ല. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോൾ പോയിൻറ്റ് പെന്നും അഡ്മിറ്റ് കാർഡും ID പ്രൂഫും അല്ലാതെ ഒരു ഷീറ്റ് ഓഫ് പേപ്പറോ വേറെ ഒന്നുമേ നിങ്ങൾക്ക് അലോഡ് അല്ല കൊണ്ടുപോകാൻ. അപ്പോൾ പിന്നെ നിങ്ങൾ ചോദിക്കുക എവിടെയാണ് നമ്മൾ റെഫർക്ക് ചെയ്യുന്നത്. റെഫർ ചെയ്യാനായിട്ട് ആ സെൻറ്റേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ബ്ലാങ്ക് പേപ്പേഴ്സ് തരും. പക്ഷേ ആ ബ്ലാങ്ക് പേപ്പേഴ്സ് തിരിച്ച് അവിടെ നിങ്ങൾ കൊടുക്കണം, കൊണ്ടുവരാൻ പറ്റത്തില്ല. നിങ്ങൾ എത്ര ഷീറ്റ് വർക്കിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ടോ ദാറ്റ് യു ഹാവ് ടു ഗീവ് ബാക്ക് ടു ദം.
ഇനി എക്സാമിനേഷനിൽ എനിക്ക് ഒന്ന് രണ്ട് കാര്യം കൂടി അഡീഷണൽ പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ബിക്കോസ് അത് സാധാരണ നിങ്ങൾ ബാക്കി എൻട്രൻസ് എക്സാം എഴുതുന്നവർക്ക് ഒരു ചെറിയ വ്യത്യാസമുള്ള ഒരു ഫാക്ടറാണ്. ഒന്ന്, ഈ കേരള എൻട്രൻസ് എക്സാമിനേഷനിൽ മാത്രം there are 5 ഓപ്ഷൻസ്. ഓരോ ക്വസ്റ്റ്യൻസിനും 4 ഓപ്ഷൻസ് അല്ല 5 ഓപ്ഷൻസ് ഉണ്ട്. അത് ഇതുവരെ മാർക്ക് ചെയ്തിരിക്കുന്നത് ABCDE എന്നായിരുന്നു. ഇനി കമ്പ്യൂട്ടർ എക്സാം ആകുമ്പോൾ അതിന് 1 2 3 4 5 ആക്കുമെന്ന് അറിയില്ല, അത് വന്നാലേ അറിയാവൂ. എനിവേ 5 ഓപ്ഷൻസ് വിൽ ബി ദെയർ. അത് പ്രോസ്പെക്ടസ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. റിമെമ്പർ, ബാക്കി എക്സാമിനേഷനൊക്കെ എഴുതുമ്പോൾ JEE മെയിൻസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് 4 ഓപ്ഷൻസേ ഉള്ളൂ. ഇവിടെ 5 ഓപ്ഷനിൽ നിന്നാണ് നിങ്ങൾ ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സെലക്ട് ചെയ്യേണ്ടത്. പിന്നൊന്ന്, ഈ എക്സാമിനേഷൻ എഞ്ചിനീയറിംഗ് ഓപ്റ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിനുണ്ട്, പിന്നെ BPharm ഓപ്റ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിനുണ്ട്. അപ്പോൾ അതിൽ ഈ BPharm ഓൺലി സ്റ്റുഡൻസിന് ഈ 150 ക്വസ്റ്റ്യൻസിൻ്റെയും ഒരു പേപ്പർ അല്ല എഴുതേണ്ടി വരിക. അവർക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ഫിസിക്സ് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ 45 + 30 75 ക്വസ്റ്റ്യൻസ് ആൻഡ് ദേ വിൽ ഹാവ് 1.5 hour എക്സാമിനേഷൻ. അപ്പോൾ അവർക്ക് 1.5 മണിക്കൂറുള്ളൂ. BPharm ഓൺലി സ്റ്റുഡൻസിന് 1.5 മണിക്കൂറിൻ്റെ 75 ക്വസ്റ്റ്യൻസിൻ്റെ ഫിസിക്സ് കെമിസ്ട്രി പേപ്പറും, എഞ്ചിനീയറിംഗ് ആസ്പിരൻസിന് ഡെഫിനറ്റ്ലി 3 മണിക്കൂർ 150 ക്വസ്റ്റ്യൻസിൻ്റെ പേപ്പറായിരിക്കും ഉണ്ടാകുക. അതിൽ ആസ് ഐ സെഡ് 45 മാത്തമാറ്റിക്സ്, 75 മാത്തമാറ്റിക്സ്, 45 ഫിസിക്സ് ആൻഡ് 30 കെമിസ്ട്രി. ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി. ഇനി നമുക്ക് ഫിസിക്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹ്യൂജ് ഹൈ എൻഡിലെ ഡിഫിക്കൽട്ടിയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ആയിരിക്കത്തില്ല. ഒരു മോഡറേറ്റ് ലെവലും ഈസി ലെവലൊക്കെ വരാൻ ചാൻസ് ഉള്ളൂ. പിന്നെ ഇനി പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് ബുക്ക് എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളയ്ക്ക് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ കേരള ബുക്സ് നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടും. പ്രീവിയസ് എൻട്രൻസ് എക്സാമിനേഷൻ്റെ എഞ്ചിനീയറിംഗും മെഡിക്കലും കിട്ടും. അപ്പോൾ നിങ്ങൾ ചോദിക്കും മെഡിക്കലിൻ്റെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന്. ആക്ച്വലി മെഡിക്കലിൻ്റെ കേരള കീം ഇതിനു മുമ്പ് മെഡിക്കലുണ്ട്. നീറ്റിൽ എനിക്കൊന്നൊരു 4-5 വർഷമായെന്ന് തോന്നുന്നു ഈ കേരളയിൽ മെഡിക്കൽ നടത്താണ്ട് നീറ്റിലോട്ട് മാറിയിട്ട്. പക്ഷേ അതിന് മുമ്പ് കേരള മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ ഇതിന് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും യൂസ്ഫുള്ളാണ്. അല്ലാതെ എഞ്ചിനീയറിംഗ് എക്സാമിനേഷൻ ആയതുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന മെഡിക്കൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യേണ്ടതെന്നല്ല. സോ അത് ഞാൻ സജസ്റ്റ് ചെയ്യാണ്. പ്രീവിയസ് കേരള, എഞ്ചിനീയറിംഗ് ആസ് വെൽ ആസ് മെഡിക്കൽ, ഇത് രണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എവിടെന്നെങ്കിലും ഒന്നുകിൽ ബുക്ക് മേടിക്കുകയോ അല്ലെങ്കിൽ നെറ്റിൽ നിന്നോ സെർച്ച് ചെയ്തെടുത്തിട്ട് അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി മോർ ദാൻ ഇനഫ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഇനിയുള്ള സമയം മാക്സിമം പ്രിപ്പയർ ചെയ്ത് നല്ല സ്കോറൊക്കെ വരുന്ന രീതിയിൽ എല്ലാവർക്കും നന്നായിട്ട് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദെൻ ഈ കീം എഴുതാൻ പോകുന്ന എല്ലാ സ്റ്റുഡൻസിനും എൻ്റെയും ദീപക് ഗോപി പ്രസിഡൻസിൻ്റെയും എല്ലാ ആശംസകളും.